ഹായ് എവരി വൺ. അപ്പോൾ ജോബ് ബൂസ്റ്റ് ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോഗ്നിസൻറ്റ് കമ്പനിയിൽ വന്നിട്ടുള്ള പുതിയ വാക്കൻസികളെ കുറിച്ചിട്ടാണ്. ഫ്രഷേഴ്സ് ആയവർക്ക് അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസ് ആയവർക്ക് അപ്ലൈ ചെയ്യാം, നല്ല പാക്കേജ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതുമായിക്കോട്ടെ എനി ഗ്രാജുവേഷനും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്ന മുമ്പ് ഒരു കാര്യമാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ ഡെയിലി ഈ ചാനലിൽ പുതിയ പുതിയ ജോബ് അപ്ഡേറ്റുകൾ ഇടാറുണ്ട്. അപ്പോൾ അതൊന്ന് മിസ്സാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം ഇങ്ങനെ ഇടുന്ന ജോബ് വാക്കൻസികൾ എന്താണ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്താനും നിങ്ങൾ എന്ത് ചെയ്യുക, മിസ്സാവാതെ തന്നെ അപ്ലൈ ചെയ്യുക. ഓക്കെ, കാരണം നല്ല നല്ല വാക്കൻസികളാണ്. ഇതുപോലുള്ള MNC കമ്പനികളിൽ നമുക്ക് എനി ഗ്രാജുവേഷൻ വെച്ച് കയറാൻ പറ്റിയ നല്ലൊരു എൻട്രി ലെവൽ ജോബുകളാണ് ഇതൊക്കെ. ഇതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റുകൾ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി വെക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടി തന്നെ. അപ്പോൾ നമുക്ക് ജോബിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ജോബ് എന്ന് പറയുന്നത് പ്രോസസ് എക്സിക്യൂട്ടീവ്, ഫ്രഷേഴ്സ്, നോൺ വോയിസ് കസ്റ്റമർ സപ്പോർട്ടാണ്. ലൊക്കേഷൻ വരുന്നത് ഹൈദരാബാദ്. ഓക്കെ, ഹൈദരാബാദാണ് ലൊക്കേഷൻ വരുന്നത്. സാലറി അവർ എന്ത് ചെയ്യുക, ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ CV ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇത്രത്തോളം ബാർഗെയിൻ ചെയ്യുന്നത് ഇൻ്റർവ്യൂവിൽ, അതിനനുസരിച്ച് എന്താണ് സാലറി അവർ കൂട്ടിത്തരും. ഓക്കെ, 0 years ആണ് എക്സ്പീരിയൻസ് വേണ്ടത്. ഓക്കെ, ഈ ഫ്രഷേഴ്സ് അവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. 0 years എക്സ്പീരിയൻസ് ഉള്ളവർക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, 20ഓളം വാക്കൻസികളുണ്ട്. ഓക്കെ, മിസ്സാവാതെ തന്നെ നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ അക്കൗണ്ട് കൊണ്ട് പേടിക്കുന്നു വേണ്ട. എന്താണ്, നിങ്ങൾക്ക് എന്തായാലും പ്രിപ്പയർ ചെയ്താലും ഇൻ്റർവ്യൂ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ഓപ്പണിങ്സിനെ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പേടിക്കേണ്ട. 20 കൊടുത്തിട്ടുള്ള ഇവിടെ 20-ലും കൂടുതൽ ചിലപ്പോൾ വാക്കൻസി അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജോബ് ഡിസ്ക്രിപ്ഷനെ കുറിച്ച് നോക്കാം. എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് കറക്റ്റ്ലി ആൻഡ് ക്ലിയർലി വിത്ത് ഓൾ കസ്റ്റമേഴ്സ്. ഓക്കെ, പിന്നെ ഇതൊക്കെ എന്ത് ചെയ്യുക, ഇവിടെ ഒരുപാട് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട് ജോബിനെ കുറിച്ചിട്ടുള്ള. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഇംഗ്ലീഷ് ജസ്റ്റ് സംസാരിക്കാൻ കഴിയണം, ടൈപ്പിംഗ് സ്കിൽസ് വേണം. അതായത് ബേസിക് ടൈപ്പിംഗ് സ്കിൽസ് മതി. നമ്മളിപ്പോൾ ജോബിന് ഹയർ ചെയ്തവരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് എന്ത് ചെയ്യും, ട്രെയിനിങ് ഒക്കെ തന്നിട്ട് നമ്മളെ സ്കില്ല് അവർ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ സാധിക്കും. നമുക്ക് കമ്പനിയിൽ ഹയർ ചെയ്ത് നമ്മളെ കമ്പനിയിൽ കയർ ചെയ്തതിന് ശേഷം തന്നെ. ഓക്കെ, പിന്നെ ഷിഫ്റ്റ് വരുന്നത് റൊട്ടേഷണൽ ഷിഫ്റ്റാണ്. ഫ്ലെക്സിബിൾ ടു വർക്ക് ഇൻ 8 ഷിഫ്റ്റ് 24/7. ആഴ്ചയിൽ 24 മണിക്കൂറിൽ ഏത് ഷിഫ്റ്റും മാറി മാറി വരും. MNC ജോബിൻ്റെ ഒരു രീതി അനുസരിച്ച്. ഓക്കെ, വർക്ക് ലൊക്കേഷൻ വരുന്നത് ഹൈദരാബാദാണ്. പെർമനൻറ്റ് വർക്ക് ഫ്രം ഓഫീസാണ് ഇത് വരുന്നത്. റോൾസ് വരുന്നത് നോൺ വോയിസ് ആണ്. പിന്നെ എംപ്ലോയി ടൈപ്പ് ഫുൾ ടൈം പെർമനൻ്റ് ആണ്. കാറ്റഗറി നോൺ വോയിസ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് എനി ഗ്രാജുവേറ്റ്, നിങ്ങൾക്ക് ഏത് ഗ്രാജുവേറ്റ് അവർക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ജോബ് വരുന്നത് കോഗ്നിസൻറ്റിൽ തന്നെ സീനിയർ പ്രോസസ് എക്സിക്യൂട്ടീവ് വോയിസ്. അതായത് എക്സ്പീരിയൻസ് ആയവർക്ക്, കുറച്ചൊരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എന്താണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അതായത് എക്സ്പീരിയൻസിനനുസരിച്ച് നമുക്ക് എന്താണ് സാലറി അവർ കൂട്ടിത്തരുന്നതാണ്. ഓക്കെ, എക്സ്പീരിയൻസ് വരുന്നത് 1 to 3 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. സാലറി എന്താണ് അവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമുക്ക് സാലറി ബാർഗൻ ചെയ്ത് നേടിയെടുക്കാവുന്നതാണ്. ഓക്കെ, ലൊക്കേഷൻ വരുന്നത് ബാംഗ്ലൂരാണ്. ഓക്കെ, അപ്പം ബാംഗ്ലൂർ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്താണ് ഇതിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഒരു വർഷത്തെ ഏത് ഫീൽഡിൽ എക്സ്പീരിയൻസ് ആയാലും മതിയാകും. കാരണം ഇവിടെ സീനിയർ പ്രോസസ് എക്സിക്യൂട്ടീവാണ് പറഞ്ഞത്. MNCയിലുള്ള നിങ്ങൾക്ക് ഏത് എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ എൻട്രി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ജോബ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്തൊന്ന് വായിച്ച് നോക്കുക. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സീനിയർ പ്രോസസ് എക്സിക്യൂട്ടീവാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 1 to 3 years ഓഫ് എക്സ്പീരിയൻസ് വേണം. പിന്നെ റെസ്പോൺസിബിലിറ്റി പറഞ്ഞിട്ടുള്ളത് മാനേജ് ഡെയിലി ഓപ്പറേഷൻസ് വിത്ത് ദ കണ്ടൻറ് സെൻറ്റർ ടു ദി എൻഷുർ എഫിഷ്യൻസ് ആൻഡ് എഫക്റ്റീവ് സർവീസ് ഡെലിവറി. ഓക്കെ, ഇതൊക്കെയാണ് അതായത് ബേസിക് ആയിട്ടുള്ള എൻട്രി ലെവൽ ജോബിൻ്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഇതിനും വരിക. ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നുള്ളവർ ഇവിടെ വെച്ചിട്ടുള്ള നിബന്ധന. ഓക്കെ, പിന്നെ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് ഇവിടെ 1 to 3 years എക്സ്പീരിയൻസ് തന്നെ ഇതന്നെ മതിയാവും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. ഓക്കെ, പിന്നെ വരുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എനി ഗ്രാജുവേറ്റ് മതി. പിന്നെ PG ആകുമ്പോൾ എനി പോസ്റ്റ് ഗ്രാജുവേഷൻ ആയാലും ഒന്നുകൂടി ഹൈ ലെവൽ ഉള്ള നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നുകൂടി അവർ പരിഗണിക്കുന്നതാണ്. ഓക്കെ, ഡിഗ്രി ഏത് ഗ്രാജുവേഷൻ ആയാലും മതി. അതിൻ്റെ കൂടെ 1 or 3 year എക്സ്പീരിയൻസ് ആണ് അവർ പറയുന്നത്. ഓക്കെ, കസ്റ്റമർ സക്സസ് അസോസിയേറ്റ് ആണ് വരുന്നത്. പിന്നെ എംപ്ലോയി ടൈപ്പ് ഫുൾ ടൈം പെർമനൻ്റ് ആണ്. പിന്നെ ഇവിടെ ഒരുപാട് ഡീറ്റെയിൽസ് അവർ ഇതിനെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് സൂട്ടബിൾ ജോബാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇവിടെ ഓപ്പണിങ്സിൻ്റെ എണ്ണം കൊടുത്ത് നോക്കണ്ട, ചിലപ്പോൾ ഇതിലും കൂടുതൽ വാക്കൻസികൾ ഉണ്ടാകും. അത് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് അപ്ലൈ ചെയ്യാതിരിക്കരുത്. ഓക്കെ, എന്തെങ്കിലും അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ജോബ് വാക്കൻസി വരുന്നത് ഓപ്പണിങ്സ് ഫോർ ഫ്രഷേഴ്സ് അറ്റ് ഗുരുഗ്രാം ഇൻ്റർനാഷണൽ വോയിസ് പ്രോസസ്സാണ് വരുന്നത്. കോഗ്നിസൻറ്റിൽ തന്നെയാണ്. 0 years, അതായത് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും.
ഗുരുഗ്രാം ലൊക്കേഷൻ. ഗുരുഗ്രാം എന്ന് പറയുന്നത് ഡൽഹിയുടെ NCR പരിധിയിൽപ്പെട്ടൊരു സ്ഥലം തന്നെയാണ്. ഓക്കെ, ഗുരുഗ്രാം വരുന്നത്. ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇത് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് എനി ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ജോബ് ഡിസ്ക്രിപ്ഷൻ വരുന്നത് റിക്വയർഡ് സ്കിൽസ് എനി ഗ്രാജുവേറ്റ്. നിങ്ങൾക്ക് ഏത് ഗ്രാജുവേഷനുള്ളവർക്ക് വേണ്ടി എന്താണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവരെന്താണ് ലുക്കിംഗ് ഫോർ ഓൺലി ഫോർ ഫ്രഷേഴ്സാണ്. അത് ഫ്രഷേഴ്സിന് മാത്രമേ അത് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, നിങ്ങൾ ഫ്രഷറാണ്, അതായത് ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയ ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലുള്ള MNCകളൊക്കെ നിങ്ങൾ എൻട്രി ലെവൽ ജോബുകളെടുത്ത് എന്താണ് നിങ്ങൾ ട്രൈ ചെയ്യണം. ഓക്കെ, എന്തായാലും നിങ്ങൾ ഇതുപോലുള്ള ജോബുകൾ എടുത്തിട്ട് എന്താണ് എൻട്രി ലെവൽ ജോബുകൾ എടുത്തിട്ട് MNCകളിൽ വർക്ക് ചെയ്ത് വന്ന് എക്സ്പീരിയൻസ് ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഭാവിയിൽ ഒരുപാട് ഉപകാരം ചെയ്യപ്പെടും. അതിനുള്ള സർട്ടിഫിക്കറ്റ് ഭാവിയിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്യും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ജോബ് വരുന്നത് സീനിയർ പ്രോസസ് എക്സിക്യൂട്ടീവ് വോയിസ്. കോഗ്നിസൻറ്റിൽ തന്നെയാണ്. 1 to 2 years ഓഫ് എക്സ്പീരിയൻസ് ആണ് അവർ പറയുന്നത്. ലൊക്കേഷൻ വരുന്നത് ഹൈദരാബാദ്. ഓക്കെ, ജോബ് ഡിസ്ക്രിപ്ഷനെ കുറിച്ച് നിങ്ങൾ വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. 1 to 5 years ഓഫ് വർക്ക് എക്സ്പീരിയൻസ് വേണം. പിന്നെ റോൾ വരുന്നത് നോൺ വോയിസ് ആണ്. ഇൻഡസ്ട്രി IT ആൻഡ് സർവീസ് കൺസൾട്ടിംഗ് ആണ്. കാറ്റഗറി നോൺ വോയിസ്. എഡ്യൂക്കേഷൻ എനി ഗ്രാജുവേഷൻ. വലിയ സ്കില്ലുകളോ അങ്ങനെയൊന്നും നമ്മളോട് മാനദണ്ഡം വെക്കുന്നില്ല. നമുക്ക് ഏത് ഗ്രാജുവേഷൻ ഉള്ളവർക്കും 1 വർഷത്തെയോ 2 വർഷത്തെയോ MNC എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് 1 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് എന്താണ് അതിനനുസരിച്ച് സാലറി അവർ കൂട്ടിത്തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജോബ് സൂട്ടബിൾ ആയിട്ട് എന്താ അപ്ലൈ ചെയ്യുക. ലൊക്കേഷൻ അനുസരിച്ച് ഇത് ഹൈദരാബാദാണ് വരുന്നത്. നേരത്തെ ഒരു സീനിയർ പ്രോസസ് എക്സിക്യൂട്ടീവിൻ്റെ പറഞ്ഞിരുന്നു, അത് ബാംഗ്ലൂരാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഹൈദരാബാദാണ്. ഓക്കെ, ഇനി അടുത്ത വരുന്നത് ഓപ്പണിംഗ് ഫോർ വോയിസ് പ്രോസസ് ഫോർ ഫ്രഷേഴ്സ് അറ്റ് കൊൽക്കത്ത. ഇതും വരുന്നത് 0 years എക്സ്പീരിയൻസ് ആണ്. ഫ്രഷേഴ്സ് അവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. സാലറി അവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. കൊൽക്കത്തയിലാണ് ലൊക്കേഷൻ വരുന്നത്. ജോബ് ഡിസ്ക്രിപ്ഷൻ ഹയറിംഗ് ഓൺലി ഫ്രഷേഴ്സ് ഫോർ ഇൻ്റർനാഷണൽ വോയിസ് പ്രോസസ്സാണ് ഇത് വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ച് നോക്കുക. ഫ്ലെക്സിബിൾ ടു വർക്ക് ഇൻ നൈറ്റ് ഷിഫ്റ്റ് ആൻഡ് വർക്ക് ഫ്രം ഓഫീസ്. പല ഷിഫ്റ്റ്, അതായത് MNC കമ്പനി ആകുമ്പോൾ അതിൻ്റെ രീതിക്കനുസരിച്ചുള്ള പല ഷിഫ്റ്റുകളുണ്ടാകും. ഓക്കെ, പിന്നെ റോൾ കസ്റ്റമർ സക്സസ് അസോസിയേറ്റ് ആണ്. ഇത് BPO കമ്പനിയാണ്. ഇൻഡസ്ട്രി ടൈപ്പ് വരുന്നത് കസ്റ്റമർ സപ്പോർട്ടാണ്. ഫുൾ ടൈം പെർമനൻറ്റ് എംപ്ലോയി ടൈപ്പ് വരുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് എനി ഗ്രാജുവേറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോബാണ് എന്ത് ചെയ്യുക, ഇതിന് വേണ്ടി അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ ഏതാണ്. കോഗ്നിസൻറ്റിൽ തന്നെ കൊൽക്കത്തയിൽ വിളിച്ചിട്ടുണ്ട്, ബാംഗ്ലൂർ വിളിച്ചിട്ടുണ്ട്, ഹൈദരാബാദ് വിളിച്ചിട്ടുണ്ട്, ഗുരുഗ്രാം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൂട്ടബിൾ ഓപ്ഷൻ ഏതാണ് അവിടെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, അതിൽ ഏത് ജോബാണ് നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത് ആ ജോബിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക. ഡോണ്ട് മിസ് ഔട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഇതൊക്കെ ഒരു എൻട്രി ലെവൽ ജോബാണ്. ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് എന്തായാലും നമുക്ക് നിങ്ങളിതുപോലെ ഒരു കമ്പനിയിൽ കയറിയിട്ട് 1 വർഷത്തെയോ അല്ലെങ്കിൽ 1.5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, അടുത്ത കമ്പനിയിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും 30% ഇൻക്രിമെൻറ്റ് കിട്ടും സാലറിയിൽ. അങ്ങനെ രണ്ടാമത്തെ കമ്പനിയിൽ കയറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവിടുന്ന് തന്നെ ഒരുപാട് മാനേജർ പൊസിഷനുകൾ ഇൻ്റർവ്യൂസുകൾ കമ്പനി നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള MNC ജോബുകൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾ മിസ് ഔട്ട് ചെയ്യരുത്. ഓക്കെ, എന്തായാലും നിങ്ങൾ പോയി അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടനും കൂടി അമർത്തുക. കാരണം ഡെയിലി ജോബ് അപ്ഡേറ്റുകൾ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊന്നും മിസ്സാവാതെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.